എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ കഥയിലേക്ക് സ്വാഗതം. ഒരു കടയിൽ ചെന്ന് മിനറൽ വാട്ടർ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഓടിയെത്തുന്ന ഒരു പേരാണ് ബിസ്ലേരി. ബിസ്ലേരി എന്ന് പറഞ്ഞാൽ കുപ്പിവെള്ളമാണെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പേര് ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ പേരായി മാറിയത്? സിമെൻറ്റിന് ഡാൽമി എന്നും ഫോട്ടോ കോപ്പിക്ക് സിറോക്സ് എന്നും പറയുന്നത് പോലെ തന്നെയാണ് കുപ്പിവെള്ളം എന്ന് പറയുമ്പോൾ ബിസ്ലേരി നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ജലക്ഷാമം വളരെയധികം നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ തന്നെ ദാഹം മാറ്റാൻ സഹായിക്കുന്ന ഒരു വലിയ ബിസിനസ് സംരംഭമായി ബിസ്ലേരി വളർന്നതിൻ്റെ കഥയാണ്. ബിസ്ലേരിയുടെ തുടക്കം കുടിവെള്ളമായിട്ടായിരുന്നില്ല, മറിച്ച് ഒരു മരുന്നായിട്ടായിരുന്നു. അതും ഇന്ത്യയിലല്ല, യൂറോപ്പിലെ ഇറ്റലി. 19ാം നൂറ്റാണ്ടിൽ സിഞ്ഞോർ ഫെലിച്ചെ ബിസ്ലേരി എന്ന ഇറ്റാലിയൻ ബിസിനസ്സുകാരനാണ് ബിസ്ലേരി ഒരു മരുന്നായി വികസിപ്പിച്ചെടുത്തത്. മലേറിയ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന സിൻജോൺ എന്ന സസ്യത്തിൻ്റെ സത്തിൽ ഉപ്പും മറ്റു ലവണങ്ങളും ചേർത്ത് നിർമ്മിച്ചിരുന്ന ഒരു ഔഷധപാനീയമായിരുന്നു അത്. പ്രധാനമായും മദ്യപാനത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് അദ്ദേഹം ഇത് വിപണിയിൽ ഇറക്കിയത്. ആ കാലഘട്ടത്തിൽ ബിസ്ലേരി എന്ന പേരിൽ ഇതൊരു ഹെൽത്ത് ടോണിക്കായി വിറ്റുപോയിരുന്നു. അപ്പോൾ ഈ ഇറ്റാലിയൻ മരുന്ന് എങ്ങനെ നമ്മുടെ ഇന്ത്യയിലെത്തി? അതിനു പിന്നിൽ ഡോക്ടർ റോസിയും ഖുഷ്രു സന്തോഷ് എന്ന ഇന്ത്യക്കാരനുമാണ്. സിഞ്ഞോർ ബിസ്ലേരിയുടെ കുടുംബ സുഹൃത്തായിരുന്ന ഡോക്ടർ റോസി ഇന്ത്യയിൽ കുപ്പിവെള്ളത്തിന് വലിയൊരു വിപണിയുണ്ടെന്ന് മനസ്സിലാക്കി. 1965 അവർ മുംബൈയിലെ താനെയിൽ ബിസ്ലേരിയുടെ ആദ്യത്തെ വാട്ടർ പ്ലാന്റ് സ്ഥാപിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകളിൽ വരുന്ന വിദേശികൾക്കും പണക്കാർക്കും വേണ്ടിയുള്ള ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിരുന്നു ബിസ്ലേരി എന്ന്. ബിസ്ലേരി സ്പാർക്ലിംഗ് വാട്ടർ, ബിസ്ലേരി സ്റ്റിൽ വാട്ടർ എന്നിങ്ങനെ 2 വേരിയന്റുകൾ അവർ പുറത്തിറക്കി. ഇന്ത്യക്കാർക്ക് അന്ന് കുപ്പിവെള്ളം വാങ്ങി കുടിക്കുന്ന ശീലം അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച വിജയം അവർക്ക് നേടാനായില്ല. വൈകാതെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചു. പാർലെ കമ്പനിയുടെ ഉടമയായ രമേശ് ചൗഹാൻ എന്ന ബിസിനസ് പ്രതിഭയുടെ രംഗപ്രവേശം. തംസപ്പ്, ലിങ്ക, ഗോൾഡ് സ്പോട്ട് തുടങ്ങിയ ബ്രാൻഡുകളുടെ ഇന്ത്യൻ ബിസിനസ് സാമ്രാജ്യത്തിന് സുപരിചിതനായ ആളാണ് രമേശ് ചൗഹാൻ. ബിസ്ലേരിയുടെ സ്ഥാപകർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം 1969 വെറും 4 ലക്ഷം രൂപയ്ക്ക് ബിസ്ലേരിയെ വാങ്ങി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ന് ആയിരക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന ബിസ്ലേരി അന്ന് പാർലെ വെറും 4 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. അദ്ദേഹം ബിസ്ലേരി വാങ്ങിയത് ബിസ്ലേരി സോഡ എന്ന പേരിൽ സോഡ ഇറക്കാനായിരുന്നു. എന്നാൽ താമസിയാതെ ഇന്ത്യയിൽ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ആവശ്യം വർദ്ധിക്കാൻ പോവുകയാണെന്ന് ആ ദീർഘദർശി തിരിച്ചറിഞ്ഞു. അതോടെ ബിസ്ലേരിയുടെ തലവര തന്നെ മാറി. എങ്ങനെയാണ് ബിസ്ലേരി ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ ബ്രാൻഡുകളിലൊന്നായി മാറിയത്? അതിന് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിന് ശുദ്ധീകരണ പ്രക്രിയ. 10 ഘട്ടങ്ങളിലുള്ള അതികഠിനമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ തുള്ളി വെള്ളവും കടന്നു പോകുന്നത്. ഓസണൈസേഷൻ, റിവേഴ്സ് ഓസ്മോസിസ് തുടങ്ങിയ പ്രക്രിയകളിലൂടെ വെള്ളത്തിലെ എല്ലാ മാലിന്യങ്ങളും അണുക്കളും നീക്കം ചെയ്യപ്പെടുന്നു. അതിനുശേഷം ശരീരത്തിന് ആവശ്യമായ പൊട്ടാഷ്യം, മഗ്നീഷ്യം പോലുള്ള ലവണങ്ങൾ കൃത്യമായ അളവിൽ ചേർക്കപ്പെടുന്നു. രണ്ടാമത്തെ കാരണം മാർക്കറ്റിംഗ് ആണ്. തുടക്കത്തിൽ നീല നിറത്തിലുള്ള കുപ്പികളിലാണ് ബിസ്ലേരി വന്നതെങ്കിൽ പിന്നീട് അത് നമ്മൾ കാണുന്ന ഐക്കോണിക്കായ പച്ച നിറത്തിലേക്ക് മാറി. ട്രെയിൻ യാത്രകളിലും ബസ് യാത്രകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ബിസ്ലേരി ഒരു സ്ഥിരം സാന്നിധ്യമായി. ഒപ്പം തന്നെ മറ്റു കമ്പനികൾ സമാനമായ പേരിൽ ബോട്ടിൽ വാട്ടർ വിപണിയിൽ എത്തിക്കാൻ തിരക്കിലായി. അതുകൊണ്ടാണ് ഹർ പാനിക്ക് ബോട്ടിൽ ബിസ്ലേരി നഹി ഹോത്തി എന്ന പരസ്യവാചകം അവർ മുൻപോട്ട് വെച്ചത്. അത് ഇന്ത്യ മുഴുവൻ തരംഗമാവുകയും ചെയ്തു. എന്നുവെച്ചാൽ എല്ലാ വെള്ളക്കുപ്പിയും ബിസ്ലേരി അല്ല. ഒരു കുപ്പിവെള്ളം വാങ്ങുമ്പോൾ അത് ബിസ്ലേരി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ഈ പരസ്യവാചകം ജനങ്ങളെ പ്രേരിപ്പിച്ചു. 50 വർഷത്തിലേറെ ഈ ബ്രാൻഡിനെ വളർത്തിയ രമേശ് ചൗഹാൻ 2022 ബിസ്ലേരിയെ വിൽക്കാൻ തീരുമാനിച്ചു. അതിന്റെ കാരണം ഏകദേശം 82 വയസ്സുള്ള അദ്ദേഹത്തിന് ബിസിനസ് നോക്കി നടത്താൻ ഒരു പിൻഗാമി ഇല്ലാത്തതായിരുന്നു. പല വമ്പൻ കമ്പനികളും ബിസ്ലേരിയെ സ്വന്തമാക്കാൻ മുന്നോട്ട് വന്നു. ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തരായ ടാറ്റ ഗ്രൂപ്പ് ഏകദേശം 6000 മുതൽ 7000 കോടി രൂപയ്ക്ക് ബിസ്ലേരിയെ വാങ്ങാൻ ധാരണയായി. വാർത്തകൾ വന്നു, എല്ലാവരും ഉറപ്പിച്ച് ബിസ്ലേരി ഇനി ടാറ്റയ്ക്ക് സ്വന്തമാകുന്നു. എന്നാൽ അവസാന നിമിഷം ആ ഡീൽ നടന്നില്ല. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ടാറ്റ ആ ഏറ്റെടുക്കൽ നിന്ന് പിന്മാറി. എന്തായിരുന്നു കാരണം? രമേശ് ചൗഹാന്റെ മകൾ ജയന്തി ചൗഹാൻ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ വന്നു. അച്ഛൻ വളർത്തിയ സാമ്രാജ്യം മറ്റൊരാൾക്ക് കൈമാറാൻ അവർ ആഗ്രഹിച്ചില്ല. അങ്ങനെ ബിസ്ലേരി ചൗഹാൻ കുടുംബത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഇതാണ് ബിസ്ലേരിയുടെ കഥ. ഇറ്റലിയിലെ ഒരു മരുന്ന് ഷെൽഫിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ദാഹം മാറ്റുന്ന, അവരുടെ വിശ്വാസം നേടിയ ഒരു ബ്രാൻഡായി മാറിയ കഥ.
ഇന്ന് വെറും വെള്ളം മാത്രമല്ല, വേഡിക്ക എന്ന പ്രീമിയം വാട്ടർ, സ്പൈസി, ഫോൺസോ പോലുള്ള ഡ്രിങ്ക്സ് ഒക്കെ ബിസ്ലേരിയുടെ കീഴിലുണ്ട്. ഒരു ബ്രാൻഡ് എന്നത് വെറും ഒരു പേരല്ല, മറിച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനവും വിശ്വാസ്യതയും ഗുണമേന്മയും ചേർന്ന ഒന്നാണ് ബിസ്ലേരി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ബിസ്ലേരിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നന്ദി.